ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്ത് നാട്ടിൽ പോകുന്നതിന് മുമ്പേ കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പം വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ വ്ളോഗിൻ്റെ സ്റ്റൈല് മനസ്സിലായി കാണുമല്ലോ. ഒട്ടുമിക്ക വീക്കെൻഡ്സാണ് നമ്മൾ വെളിയിൽ പോവുക ആസ് എ ഫാമിലി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ പോകാൻ പോകുന്നത് സിംഗപ്പൂരിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മോളാണ്. മോളുടെ പേരാണ് വിവോ സിറ്റി അല്ലെങ്കിൽ ഹാർബർ ഫ്രണ്ട്. അപ്പം ഈ മോളിനെ പറ്റി കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. സിംഗപ്പൂർ വരുന്ന ടൂറിസ്റ്റോ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ താമസിക്കുന്നവരോ സെൻറ്റോസ പറഞ്ഞിട്ടുള്ളൊരു ഐലൻഡിലേക്ക് പോകാൻ ഈ മോളിൽ നിന്ന് കേബിൾ കാർ എടുത്തിട്ടാണ് പോകേണ്ടത്. ഈ മോളിലും ഒരു സ്റ്റേഷൻ ഉണ്ട്, ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലും വേറൊരു സ്റ്റേഷൻ ഉണ്ട്. പക്ഷേ യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ടൈം ഈ മോളിൽ നിന്നാണ് കേബിൾ കാർ എടുത്ത് സെൻറ്റോസെ ഐലൻഡിലേക്ക് പോകാൻ. ഈ മോൾ കവർ ചെയ്യാൻ എനിക്ക് ഒരു വ്ളോഗിലൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ. ഇത് അത്രയും വലിയ മോളാണ്. ഈ മോളുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുഡും കിട്ടും, ചൈനീസ് കിട്ടും, കൊറിയൻ കിട്ടും, മലയ് കിട്ടും, വിയറ്റ്നാമീസ് കിട്ടും. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ക്വിസീൻസൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഈ മോളിലാണെങ്കിൽ. നടന്ന് ടയേർഡായ കാരണം നമ്മൾ കൊറിയൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. പിന്നെ വേറെ എന്തോ ഒരു ഡിഷും കൂടെ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ചാട്ടും വേറെ എന്തോ ഓർഡർ ചെയ്തു. ശങ്കരൂന് കുറച്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. അവൻ ഫ്രൈസ് മാത്രമേ പുറത്ത് വന്നാൽ കഴിക്കൂ. സിംഗപ്പൂരിലെ വേറൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കാൻ ആർക്കും ഒരു മടിയില്ല. ഇനി ക്യൂ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിൽക്കണമെങ്കിലും ഒരു കുഴപ്പമില്ല. സിംഗപ്പൂർ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് അത്തരത്തിലുള്ള ക്ഷമയൊക്കെ നന്നായി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു യോഗേർട്ട് ഫ്രൂട്ട് ഷേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂ നിന്നത്. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ക്യൂ നിന്നിട്ടാണ് അത് കിട്ടിയത്. എന്നാലും അത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് കുടിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നിലും ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടാണ് കേട്ടോ ആ ക്യൂ ഒക്കെ നിൽക്കുന്നത്. പൊതുവേ ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ ക്യൂ നിന്നിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുക, അല്ലെങ്കിൽ ഫുഡൊക്കെ അങ്ങനെ വെയിറ്റിംഗ് ഉണ്ട് ഇവിടെ. ഇപ്പം വേറെ നാട്ടിലൊക്കെ ആണെങ്കിൽ അയ്യോ വലിയ ക്യൂ അല്ലേ, നമുക്ക് വേറെ സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ല. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ക്യൂ നിന്നിട്ടാണെങ്കിലും അത് മേടിച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം മുഖ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പോപ്കോൺ കഴിക്കാൻ നമ്മൾ പോയി. ഈ മോളിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് വാങ്ങിക്കാറുണ്ട്. ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു ഗ്യാരറ്റ് പോപ്കോൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മോളിൻ്റെ അകത്തേക്കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റോസ ഐലൻഡിലേക്ക് പോവാം ബൈ കേബിൾ കാർ. പിന്നെ വേറെ ട്രാം യൂസ് ചെയ്തിട്ടും പോകാൻ പറ്റും. അല്ലെങ്കിൽ ഐലൻഡും ഈ മോളും കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജ് ഉണ്ട്, അതിലേക്കൂടെ നടന്ന് വേണമെങ്കിലും പോകാം. വെറും 10 മിനിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ കാറ് വഴിയും പോവാം. സോ സെൻറ്റോസ ഐലൻഡിലാട്ടോ യൂണിവേഴ്സൽ സ്റ്റുഡിയോസും വേറെ കുറേ അട്രാക്ഷൻസും ഉള്ളത്.
അപ്പോൾ മോളുടെ വെളിയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ഹോൾട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രൂസ് അവിടെ കണ്ടത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂരിയോസിറ്റിയോടെ അങ്ങോട്ടേക്ക് നടന്നു പോയിട്ടോ. അപ്പോൾ ഇത് ഡോളേഴ്സ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൂസ് ആയിരുന്നു. അത് അവർ 2 വീക്സിന് വേണ്ടി സിംഗപ്പൂർ ഹോൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനകത്തൊരു ബുക്ക് ഫെയറും ഉണ്ടായിരുന്നു, ഒരു ചെറിയ കാഫേ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കൾച്ചറൽ ഫെയറും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെറുതെ ഷിപ്പിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് അകത്ത് കയറി നോക്കാം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് അകത്ത് കയറാൻ പറ്റും. അപ്പോൾ അതായിരുന്നു രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഷിപ്പിൻ്റെ സൈഡിൽ ഈ ചെറിയ ബോട്ട് ഹാങ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന ടൈറ്റാനിക് ആട്ടോ. ആ മൂവി കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ ലൈഫ് സേവിങ് ഒക്കെ ഷിപ്സിൻ്റെ ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ രാഹുൽ ഉള്ളതുകൊണ്ട് രാഹുലിനോട് ഷിപ്സിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും ചോദിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ഷിപ്പിൻ്റെ അകത്തൊന്ന് കയറി നോക്കാൻ. global. അപ്പോൾ യൂണിറ്റ് നടത്താൻ മതി. അപ്പോൾ ഈ ഷിപ്പ് ഹോൾഡ് ചെയ്ത കാരണം കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയത്. ഇത് ഇങ്ങനെ ഫങ്ഷനിങ് ആയിരുന്നെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് വാട്ടർ ബോഡീസ് ഭയങ്കര പേടിയാണ്. എസ്പെഷ്യലി നമ്മൾ ഒരു ക്രൂസിൻ്റെ അകത്ത് കയറിയിട്ട് അത് വെള്ളത്തിൻ്റെ നടുക്കിൽ ഒക്കെ പോകാൻ എനിക്ക് ഭയങ്കര ക്ലോസ്ട്രോഫോബിയാണ് ആ കാര്യത്തിൽ. ബിക്കോസ് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഡിസ്കംഫർട്ടാണ് എൻ്റെ മനസ്സിൽ മൊത്തം. അത് ഈ ഷിപ്പ് ഹോൾട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അകത്ത് കയറിയത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്ലോട്ടിംഗ് ബുക്ക് സ്റ്റോർ ആയിരുന്നു ഇത്. കുറേ നല്ല ബുക്സ് ഉണ്ടായിരുന്നു. ഇറക്കിയ കുഴപ്പമില്ല, ബട്ട് ജസ്റ്റ് ബി വിത്ത്. ഇവിടെ കുറേ കുക്ക് ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആരും ഇങ്ങനെ കുക്ക് ബുക്സ് ഒന്ന് വായിച്ച് റെസിപ്പീസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഇപ്പം നമ്മൾക്ക് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ വേഗം യൂട്യൂബ് പോയി ആ ഡിഷിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് ആ ഡിഷ് അങ്ങ് നോക്കി ഉണ്ടാക്കുക. പക്ഷെ മുമ്പ് ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വനിതയിലൊക്കെ വരുമായിരുന്നു ഒരു 4 പേജസിൽ റെസിപ്പീസ് മാത്രം. ഇപ്പോഴും ഉണ്ട് കേട്ടോ അത്. പക്ഷേ ആ കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്ന് ഒരു ഡിസേർട്ടിൻ്റെ കുക്ക് ബുക്ക് വാങ്ങിച്ചു കേട്ടോ. അത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡിസേർട്ട് ആക്കണമെങ്കിൽ ഇത് നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്താലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ബുക്ക്. ഇതിൽ ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇത് വീണ്ടും എനിക്ക് ടൈറ്റാനിക് ഓർമ്മ വന്നു കേട്ടോ ഇത് കണ്ടപ്പം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷിപ്പിൽ കയറാൻ പേടിയായത് തന്നെ ആ മൂവി കണ്ടിട്ടാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? ഇപ്പോൾ സൺ സെറ്റ് ചെയ്യാൻ പോണതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വേറെ തന്നെ ഭംഗിയായിരുന്നു. അങ്ങനെ എൻ്റെ കുക്ക് ബുക്കും ശങ്കരൂന് ഒരു ആക്ടിവിറ്റി ബുക്കും വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പറഞ്ഞ താഴെ ഇവിടുത്തെ ക്രൂ നടത്തുന്ന ഒരു കൾച്ചറൽ ഫെയർ ഉണ്ട്.
ജപ്പാനിൽ നെതർലാൻഡ്സിൽ നിന്ന് സാംബിയ എന്നൊക്കെ വന്ന ആൾക്കാരാണ് കൾച്ചറൽ ഫെയർ നടത്തുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് അവിടുത്തെ ഫാക്ട്സും കാര്യങ്ങളൊക്കെ വായിച്ച് അവരോടൊക്കെ സംസാരിച്ച് അവരുടെ ഫുഡ് ഓരോ കൺട്രീസിൻ്റെ ഫുഡിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ Welcome to our Zambian table. താങ്ക് യു. ഇത്രയും സമയം നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് കാരണം ശങ്കരൂരെ നമ്മൾ നേരെ ആ മോളിലെ പ്ലേ ഏരിയയിൽ കൊണ്ടുപോയി കുറച്ച് സമയം അവൻ അവിടെ കളിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ അവൻ ടയേർഡ് ആവുന്ന വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ശങ്കടുവിന് വിശന്ന കാരണം നമ്മൾ അവിടുന്ന് പാലക് ചപ്പാത്തി ഓർഡർ ചെയ്ത് ഇത് ഷിപ്പിൽ നിന്ന് വാങ്ങിച്ച ആക്ടിവിറ്റി ബുക്കിലൊരു പസിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷെ എല്ലാം അവൻ താഴെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി പാമ്പിയൊക്കെ മാറ്റി ലേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ചിലപ്പോൾ തിരിച്ച് പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു. പക്ഷെ ബുക്ക് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. നമ്മൾ 6 സീറ്ററിൻ്റെ മെഴ്സിഡീസ് ബെൻസ് ആയിരുന്നു ബുക്ക് ചെയ്തത്. പോട്ടെ, അതെങ്കിൽ അതെന്ന് വെച്ച് നമ്മൾ അതിൽ കയറി. കുറച്ച് എക്സ്ട്രാ ചാർജ് ആവും കേട്ടോ ഇങ്ങനത്തെ വെഹിക്കിൾസ് വന്നാൽ. കുഴപ്പമില്ല. എനിവേ നമ്മളെ റൈഡ് എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. അൻറ്റിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.